പ്രഭാതത്തിൽ അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് കാൽവരിയുടെ നെറുകയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുരിശിന്റെ വഴിയുടെ ഫോട്ടോകളിൽ, നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോയിലെല്ലാം ഈശോ നല്ല ആരോഗ്യത്തോടെ തോളത്ത് ലാഘവ ബുദ്ധിയോടെ ഒരു കുരിശെടുത്തോണ്ട് പോകുന്ന പടമാണ്. അതൊന്നും അല്ല കുരിശ് മരണം. യഹൂദ ചരിത്രകാരന്മാരായ ഒക്ടേവിയൻ, ജോസേഫൂസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ യേശുവിനെ കുരിശിൽ മരിപ്പിച്ച കൊന്ന രീതി ചരിത്രത്താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? നെടുകയുള്ള കുരിശിന്റെ ഭാഗം നേരത്തെ തന്നെ കാൽവരിയുടെ മുകളിൽ നാട്ടിവെച്ചിരിക്കും. കുറുകയുള്ള ഭാഗമാണ് ഈശോ ചുമക്കുന്നത്. അത് തോളിൽ വെച്ച് ചുമക്കുകയല്ല. അവന്റെ കഴുത്തിന്റെ പിന്നിലേക്ക് ഈ മരക്കഷണം, അവനേക്കാൾ 10 ഇരട്ടി ഭാരമുള്ള ഈ മരക്കഷണം ചേർത്ത് വെച്ച് കയറുകൊണ്ട് കെട്ടും. അപ്പോൾ ഈശോ ഗാഗുൽത്താമലയിലേക്ക് നടന്നു പോകുന്നത് കുരിശാകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഇങ്ങനെ വായിക്കും, അവൻ 3 തവണ വീണു. 3 എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന, ചുരുക്കി തന്ന സംഖ്യയാണ്. 3 അല്ല, 30 വീണിട്ടുണ്ടാവും. 3 വീണാലും 30 വീണാലും 300 വീണാലും വീണവൻ വീണത് മുഖമിടിച്ചാണ്. മുഖമിടിച്ച് വീണത് കുർബാനയാവാനാണ്. ഒടുവിൽ മകന്റെ ചോര വീണുറഞ്ഞ മണ്ണിൽ ഒരു അമ്മയുടെ കണ്ണുനീര് പെയ്യുന്ന കാൽവരിയുടെ കഥനയാത്രയിൽ, കാൽവരി മലയുടെ നെറുകയിൽ ഈ കുരിശ് യാത്ര അവസാനിക്കുമ്പോ നെടുകയും കുറുകയും ഈ തടിക്കഷണങ്ങൾ ചേർത്ത് കെട്ടി കുരിശാക്കി അതിന്റെ മീതെ ഈ 33കാരന്റെ വടുക്കളേറ്റ, തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി 4-5 ഇഞ്ച് നീളമുള്ള കാരിരമ്പിന്റെ ആണി, കൈവെള്ളയിലല്ല കൈത്തണ്ടയിൽ, ഇവിടെയാണ് ആണിയടിച്ചത്, കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ്. മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റതള്ള ചങ്ക് പൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി മരിച്ചത് കുർബാനയാവാനാണ്.